ഓക്കെ ഗൈസ്, പിന്നെ ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. അപ്പോൾ നീ ഈ ഷർട്ട് ഇട്ടല്ലേടാ ലൂസിഫറിൻ്റെ റിവ്യൂ പറഞ്ഞത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇപ്പം പിന്നെ എന്തിനാണ് വീണ്ടും ഈ ഷർട്ട് ഇട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതെന്ന് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ കേരള, പ്രൗഡായിട്ട് പറയാം, അതെ ഗൈസ്, കേരളത്തിൽ ആദ്യമായിട്ട് ഒരാൾ ഷേവ് ചെയ്തിട്ട് അയാളുടെ ഇപ്പോഴത്തെ രൂപം എങ്ങനെയാണെന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ലൈവായിട്ട് ഷേവ് ചെയ്ത് കാണിച്ചു തരാൻ പോവുകയാണ്. ഇതിന് മുന്നേ കേരളത്തിൽ ഏതെങ്കിലും ഒരു മലയാളി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വീഡിയോ കാണിച്ചു തന്ന ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ്. ഈ ഷോർട്സ് ഇടുന്നതോ അല്ലെങ്കിൽ ഹൗ ടു റിമൂവ് ഹെയർ അല്ലെങ്കിൽ ഹൗ ടു ഷേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന വീഡിയോ അല്ല. പക്കാ വീഡിയോ, എങ്ങനെ ഷേവ് ചെയ്യാം, ഷേവ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫേസ് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ ഫേസ് ഭയങ്കര ബോറാണ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് മൈക്ക് പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ ഷേവ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷേവ് ചെയ്താൽ എന്നെ കാണാൻ ഭയങ്കര ബോറാണ്. ആ ബോറായിട്ടുള്ള ഞാൻ ഇന്ന് ഷേവ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പോവുകയാണ് ലൈവായിട്ട്. അപ്പോൾ ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് മനക്കരുത്തുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഷർട്ട് ഇട്ട് ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പോയി ഷർട്ട് മാറ്റിയിട്ട് വരാം. യെസ്, വേറെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഈ സ്വിഗ്ഗിയുടെ ഡ്രസ്സ് എടുത്തിട്ട് ഓക്കെ, ഞാൻ സ്വിഗ്ഗിയിൽ പോകണമായിരിക്കും. നിങ്ങളടുത്ത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ അല്ലേ, സെറ്റല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഷേവ് ചെയ്യേണ്ടത്? ചിരി പറഞ്ഞുണ്ട്. നമുക്ക് ഷേവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് ഷേവ് ചെയ്യാനായിട്ട് ഷേവിങ് സെറ്റ് വേണം. ഇത് ടി വിയിൽ പരസ്യത്തിലൊക്കെ ഒരുപാട് നല്ല നല്ല കമ്പനികളുടെയൊക്കെ ഷേവിങ് സെറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാനിന്ന് എടുത്തേക്കുന്നത് സിൽവർ മാക്സ് 3 എന്ന് പറയുന്നൊരു ഷേവിങ് സെറ്റാണ്. എനിക്ക് തന്നെ വീട്ടിൽ പപ്പ കടയിട്ടേക്കുന്നുണ്ട്. ഞാൻ കടയിൽ നിന്ന് എടുത്തതാണ്. പപ്പ അമ്മയ്ക്ക് വീഡിയോ കാണിരിക്കും, സാറില്ല. അമ്മയാണ് ഈ ഷേവിങ് സെറ്റ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്ന് ഇതാണ് കിട്ടിയിരിക്കുന്നത്. ചാത്തൻ സാധനമാണെന്നറിയാം, പക്ഷേ ഷേവ് ചെയ്യണം, അതുകൊണ്ട് ചാത്തനായാലും കുഴപ്പമില്ല. പിന്നെ ഷേവിങ് സെറ്റിലൊക്കെ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. നല്ല നല്ല ഷേവിങ് സെറ്റൊക്കെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അലർജിയൊക്കെ വരും, മുറിഞ്ഞു പോകും. ചിലപ്പം ഇതിപ്പം മുറിയാൻ സാധ്യതയുണ്ട്. ചാത്തൻ സാധനമാണ്. അപ്പോൾ എന്തായാലും നോക്കാം. അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്, ഒടിഞ്ഞു പോലും തോന്നുന്നു. ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നണം. 25 രൂപയാണ്. സിൽവർ മാക്സ് 3. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഇന്ന് എൻ്റെ മുഖത്തുള്ള ഈ ഒരു താടിയൊക്കെ ഗൈസ്, ഞാൻ 1 വർഷത്തിൽ കൂടുതലായി എൻ്റെ താടി ഞാൻ ക്ലീൻ ഷേവ് ചെയ്തിട്ട്. അപ്പോൾ ഊള ലുക്കാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുകയാണ് ഗൈസ്, ത്യാഗം ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഉറപ്പായിട്ടും. ഇങ്ങനെ ആര് ചെയ്തു തരും ഗൈസ്? മലയാളികൾ, ഏത് മലയാളി ചെയ്തു തരും? ഒരു ഷേവ് ചെയ്യുന്ന ഒരു വീഡിയോ വ്ളോഗായിട്ട് എടുത്തിട്ട് ആര് ധൈര്യം കാണിക്കും? പറഞ്ഞുതരൂ ഗൈസ്, പറഞ്ഞുതരൂ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ആദ്യം വേണ്ടത് ഷേവിങ് സെറ്റാണ്. ഷേവിങ് സെറ്റ്, പിന്നെ അതുപോലെ തന്നെ ഷേവിങ് ജെല്ലുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പതപ്പിച്ചൊക്കെ തേച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഷേവിങ് ക്രീം അല്ലെങ്കിൽ ഷേവിങ് ജെൽ എൻ്റെ ഒരെണ്ണം ഉള്ളത്. ഞാൻ സിവിലിയൻസിലായിരുന്ന സമയത്ത് ഏതോ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത സമയത്ത് അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്ന സാധനമാണ്. അടിച്ചുകൊണ്ടൊന്നല്ല, അവിടെ നമുക്ക് റൂമിൽ വെച്ചേക്കണ സംഭവങ്ങളിൽ സോപ്പ്, ബ്രഷ്, അതൊക്കെ വെച്ചേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തൂക്കിയതാണ്. ഇങ്ങനെയാണ് ഫോർ സ്മൂത്ത് സ്കിൻ. എന്തായാലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ആലോവേര ആൻഡ് ടീ ട്രീ ഓയിൽ, എന്തായാലും ആവട്ടെ. അപ്പോൾ നമ്മളിന്ന് ഇത് യൂസ് ചെയ്തിട്ടാണ്, ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ ഒരു ദിവസം യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഷേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും മെയിനായിട്ട് വേണം. പിന്നെ വെള്ളം വേണം. വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം വെച്ചിട്ടൊന്ന്, അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഷേവ് ചെയ്യാൻ പോവുകയാണ് ലൈവായിട്ട്. US ദീപിൻ ഷേവ് ചെയ്തതിന് മുന്നേ ഇപ്പോൾ എങ്ങനെയാണ്, ഷേവ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ്, നമുക്ക് പല ഷേപ്പിലൊക്കെ താടി വയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വെച്ച് കാണിച്ചു തരാൻ പോവുകയാണ് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, തുടങ്ങാം. ഞാനിപ്പോൾ ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് ഈ ജെല്ല് ഉണ്ടാകുന്ന നോക്കാം. ജെല്ലുണ്ടെങ്കിൽ ഈ ജെല്ല് നമുക്ക് അപ്ലൈ ചെയ്ത് വലിച്ച് കുറച്ചെന്തുണ്ട്
ആ കൊള്ളാം. വാച്ച് കറക്റ്റ്. ഞാൻ മൈക്ക് നീക്കി വയ്ക്കാം. ഓക്കെ. ജെല്ല് തേച്ചിട്ട് ചുമ്മാ സ്ക്രബ് ചെയ്തപ്പോഴത്തേക്കും തന്നെ മുടിയൊക്കെ പറഞ്ഞുണ്ട്. ഓക്കെ. ഹലോ 2000 years later. തുടങ്ങിയാണ് ഗൈസ്. നമുക്ക് ആദ്യം ജില്ലാ മോഡൽ ഒന്ന് പിടിച്ചു നോക്കാം. ക്ലിയർലി ചാത്തൻ സാധനം. ഇപ്പൊ ജില്ലയിലെ വിജയെ പോലെ ആയിട്ടുണ്ട്. പോകയില്ലേ അതുപോലെ. ഇതൂടെ പോകുമ്പോഴാണ് കോമഡി. ഇത് പക്ഷെ കൊള്ളാമല്ലേ. ഇതിനെയൊക്കെ എടുത്തിട്ട് ഇവിടെ മാത്രം വെച്ച് നോക്കാം. അപ്പോൾ ഹൃദയം ഞാൻ ഫസ്റ്റ് താഴ്ത്തി എടുക്കുകയാണ്, പിന്നെ അത് ലെവലാക്കാം. കൊള്ളയല്ലേ ഇങ്ങനെ വെച്ചോണ്ടിരുന്നേരം. പക്ഷെ ഇത് കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഫോട്ടോ എടുത്ത് വയ്ക്കായിരുന്നു. ഒരു സെക്കൻഡ് ആയി, ഞാൻ 1-2 ഫോട്ടോ എടുത്തു തരാം. കഴിച്ച ഇടയിലെടുത്ത കുറേ വീഡിയോ ഒക്കെ റെക്കോർഡായില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എൻ്റെ ഫ്രണ്ട് വിനീത് IT കൂടെ പഠിച്ചു. അപ്പോൾ അവൻ ഇങ്ങനെയാണ് താടി വെച്ചുകൊണ്ട് നടന്നത്. ഞാൻ അവനെ കണ്ടു തുടങ്ങിയ കാലം മുതലേ അവൻ ഇങ്ങനെയാണ് താടി വെച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണൂല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു ചലഞ്ചായിട്ട് തുടങ്ങിയതല്ല. രാഹുലും മാഷയും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഞാൻ ഷേവ് ചെയ്യാണ്. ഇത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൂടെ പോകുമ്പോൾ തീർന്നു. ഇത് കൊള്ളല്ലേ. ഇതുവരെയും ലുക്കിന് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഫീച്ചേഴ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഇതുവരെ ഓക്കെ അല്ലേ? താടി എടുത്ത് ഗൈസ്. അപ്പോൾ ഇതാണ് ലുക്ക്. ഹർദിക് പാണ്ഡ്യ പോലെ കുഴപ്പമില്ല. ഓക്കെ, ശരിക്കും ഏജിനൊത്ത ലുക്ക് ഇപ്പോഴാണ് ആയെന്ന് തോന്നുന്നു. ഞാനൊരു ചെറുപ്പം കാത്ത് സൂക്ഷിച്ചുകൊണ്ടിരുന്നു, ഇത് പോയ പോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരാൾ ധൈര്യം കാണിച്ചിരിക്കുന്നത്. സാധാരണ എല്ലാവരും താടി വയ്ക്കുമ്പോഴാണ് മാമന്മാരെന്ന് പറയുന്നത്. ഇതിപ്പോൾ താടി എടുത്തപ്പോൾ മാമനായ. മീശ ഉള്ളപ്പോൾ തൽക്കാലം പിടിച്ചിരിക്കാൻ ഞാൻ. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ലെവലൊക്കെ ആക്കിയിട്ട് ഞാൻ വരാം. വെയിറ്റ് കർ. അപ്പോൾ ഗൈസ് ഫുള്ളായിട്ട് ഷേവ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. കാണാം. ആവശ്യരൂപം.
എന്താടാ വെളിച്ചമില്ലാത്ത പോയ ഗോവട്ടിലെ വിജയ്, മറ്റേ കൊച്ചു വിജയ്. യുവമാരി ഡി ഏജിങ് ചെയ്ത് കൊളാക്കിയ സമയത്ത് തന്നെ അടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഓക്കെ, ഫൈനലി ഫുൾ ഷേവ് ചെയ്തിരിക്കുകയാണ്. താടി മാത്രമാണ്, മീശ എടുത്താൽ പൊട്ടനെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ താടി എടുത്തിട്ട് കൂടെ ലുക്കാണ്. അങ്ങനെ ഒരു വർഷത്തിൽ കൂടുതലായി ഗൈസ് ഞാൻ താടി ഷേവ് ചെയ്തിട്ട് ഫുള്ളായിട്ട്. അപ്പോൾ താടി ഷേവ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഉണ്ട് എന്നത് നിങ്ങൾ എന്നെ നോക്കിയിട്ട് പറയുക. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെയാണ് ഞാൻ ലൂസിഫറിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തതും ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടാണ് ഞാൻ തംബ്നെയിൽ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ ഇറങ്ങിയത്. എരിവുണ്ട്, എവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. നമുക്കിത് സ്പ്രേ ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഷേവ് ചെയ്യുന്ന വീഡിയോ, ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആ വീഡിയോ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെ ഇരിക്കട്ടെ ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കാണിച്ച മണ്ടത്തരമാണോന്നും എനിക്കറിയില്ല, പൊട്ടത്തരമാണോന്നും എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ചെയ്യാൻ തോന്നി, ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. എയറിലാണോ എവിടെയാണെന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. താടിയുള്ള ഒരാൾ താടി ഷേവ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നമുക്ക് താടി ഷേവ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം? ഒരു ഷേവിങ് സെറ്റ് വേണം, ചാത്തനായാലും കുഴപ്പമില്ല, കുറേ സമയം എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഷേവിങ് ജെല്ലോ ഷേവിങ് ക്രീമോ വേണം. പിന്നെ ഒരു ബക്കറ്റ് വെള്ളം, ഒരു ബക്കറ്റിൻ്റെ ഒരു മഗ് വെള്ളം, അത്രയും മതി. അപ്പോൾ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ താടി നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഷേവ് ചെയ്യാം. ഓക്കെ, ഇത് മതിയല്ലോ. ഞാൻ ഇങ്ങനെ വാളൊക്കെ വയ്ക്കണമെന്നാണ് വിചാരിച്ചു, ഇങ്ങനെ വാളിൻ്റെ ഒരു ഇതിലൊക്കെ. ഓക്കെ, മതി. അപ്പോൾ വീഡിയോ മതിയാക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.